വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. നമ്മുടേതായിട്ടുള്ള ഒത്തിരിയേറെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളുണ്ട്. എല്ലാം പുണ്യവാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി, എൻ്റെ ഈ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഒരു നിമിഷം നമുക്കൊരു നിയോഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒത്തിരി മക്കൾ ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരിയേറെ അഭിഷേകത്തോടെ ഓരോ മക്കളും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ ആവശ്യങ്ങൾക്ക് ഉത്തരം വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്കും അങ്ങനെ വേണം. അത്രയും വിശ്വാസത്തോടെ വേണം ഈ നൊവേന പ്രാർത്ഥന ചെല്ലാൻ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു നിയോഗം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആ നിയോഗത്തിന് വേണ്ടി എല്ലാ മക്കളും ഈ നൊവേനയുടെ നേരത്തൊക്കെ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ നിയോഗം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായത്തിന് സമർപ്പിച്ചുകൊണ്ട്, വിശുദ്ധ അന്തോണീസെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃത സമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ വെള്ളമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃത്തുക്കളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിത ലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും വിശ്വാസത്തിനെതിരായുള്ള
എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലവാരമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങളിൽ ചലിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ ആശിക്കുന്ന പ്രത്യേകങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഒത്തിരിയേറെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാ നിയോഗങ്ങളും നമുക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥത്തിനായിട്ട് വിട്ടുകൊടുക്കാം. ഒത്തിരി പേര് ഈ പ്രാവശ്യം നന്ദി പറഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ട് ലെറ്ററുകൾ അയച്ചിട്ടുണ്ട്. പലരും പറയുക അച്ഛാ നന്ദിയോടുകൂടെ ഓർക്കുന്നു തന്നെയാണ്. പല മക്കളും നന്ദി സൂചകമായിട്ട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വഴി ചൊരിഞ്ഞ ഒത്തിരിയേറെ കൃപകൾക്ക് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് ഇന്ന് പലരും നിയോഗങ്ങൾ പറയുക. ഞാൻ ഇന്ന് മുഴുവനായിട്ട് ഈ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ പ്രത്യേകമായിട്ട് പലരും പറഞ്ഞു വെച്ചിരിക്കുന്ന നന്ദി സൂചകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യം എൻ്റെ കൊച്ചിൻ്റെ പഠിത്തം വിദേശത്തേക്ക് പോകാനുള്ളൊരു പരീക്ഷ പാസ്സാക്കി തന്നതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറ്റിത്തരാനായിട്ടൊരു വഴി തുറന്നു തന്നതിന് തമ്പുരാനോട് നന്ദി പറയുന്നു. ഒത്തിരി നന്ദിയുടേതായിട്ടുള്ള വാക്കുകളുണ്ട്. നമുക്കുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വഴി ചൊരിഞ്ഞ നന്മകൾ. അതെല്ലാം ദൈവത്തിനെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്കുണ്ട്. അച്ഛനെ ഈ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളും ചിലപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് കിടക്കുന്ന നിയോഗങ്ങളായിരിക്കാം. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. കാരണം അപ്പോഴാണ് എൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകുക. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് വളരെ വലിയൊരു ശക്തിയാണ്. മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ നിയോഗം ദൈവം നടത്തിത്തരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, അച്ഛനെ ഈ നിയോഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഫിലോമിന ജോയ് എന്ന് പറയുന്നൊരു സഹോദരി എഴുതിയിരിക്കുന്ന അപേക്ഷയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിലും എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെയും ചൊവ്വാഴ്ച നൊവേനയിലൂടെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം നന്ദി പറയുന്നതോടൊപ്പം പ്രത്യേക ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അച്ഛാ, എൻ്റെ മകന് 32 വയസ്സായി. ഇതുവരെ വിവാഹമൊന്നും നടന്നിട്ടില്ല. അതേ ഓർത്തിട്ടാണ് ഞങ്ങളുടെ എല്ലാ സങ്കടവും. പ്രത്യേകമായിട്ട് ജിനുവച്ച നൊവേന പ്രാർത്ഥനയിൽ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏഞ്ചൽ മരിയ ജോർജ് എന്ന് പറയുന്നൊരു മകളാണ്. നീറ്റിൻ്റെ എക്സാം അതിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാനും വേണ്ടിയും സ്നേഹം നിറഞ്ഞ അച്ഛ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം +2 CBSE ബോർഡ് എക്സാമിൽ ഫുൾ A+ വാങ്ങിക്കാനും ആഗ്രഹമുണ്ട്. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാകണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഏഞ്ചൽ മരിയ ജോർജ് എന്ന മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷിജു സണ്ണി എന്ന് പറഞ്ഞൊരു സഹോദരനാണ്. മകൾക്ക് സുഖപ്രസവം ഉണ്ടാകുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ എൻ്റെ മകന് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛാ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സീമ എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ്. എൻ്റെ മകളുടെ ആരോഗ്യം, പഠിപ്പ്, ജോലി, വിവാഹം എല്ലാം ഭംഗിയാക്കണമെന്നും ഭവന നിർമ്മാണം ഭംഗിയായി തീർക്കണമേ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം കടന്നു പോവുക. അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സീമ എന്ന സഹോദരിയെയും ആ കുടുംബത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേര് ജെന്നി. എൻ്റെ മൂത്ത മകൾ ജസ്നയുടെ വിവാഹം ആലോചിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതുവരെ ഒരു വിവാഹവും
അതിന് ഒത്തിരിയേറെ തടസ്സങ്ങളും കടന്നു വരുന്നു. എൻ്റെ മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാനും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനം ഉണ്ടാകുവാനും സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറിക്കിട്ടുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. രാഹുൽ, മരിയ എന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു അമ്മ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടതാണ്. രാഹുലിൻ്റെയും മരിയയുടെയും വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ അവർ +2-നും മൂത്ത മകൻ മെഡിസിനും പഠിക്കുന്നു. അതെല്ലാം ശരിയാകുവാനും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുവാനും വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ എന്ന് പറയുന്നൊരു മകളാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. ഞാൻ ഡിഗ്രി + PG ഇതിന് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയും നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അനിയൻ സാഹിൽ +2-ൽ നല്ല മാർക്കോടുകൂടി ജയിക്കുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ നിയോഗത്തിന് വേണ്ടിയും എൻ്റെ അനിയൻ്റെ പഠനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരാപത്തും വരാതെ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റോസ് എന്ന് പറയുന്ന ഒരു സഹോദരി എഴുതിയിരിക്കുന്ന അപേക്ഷയാണ്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം മാതാപിതാക്കളുടെ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ ഭർത്താവിന് ഉയർന്ന ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ഷീല എന്ന് പറയുന്നൊരു സഹോദരിയാണ്. അച്ഛാ, എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയാണ്. എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും കടങ്ങൾ തീരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥന കൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഷീല എന്ന് പറയുന്ന മകളെയും ആ മകളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. റീത്ത എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അച്ഛൻ എൻ്റെ ഭർത്താവ് ഫ്രാൻസിസിന് തലചുറ്റിലും കണ്ണിലെ വെള്ളം ഇല്ലാത്തത് മൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. തിമിരം വന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ണിന് കാഴ്ച തീരെ കുറവാണ്, അതോടൊപ്പം വേദനയും. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ അപേക്ഷയാണ്. അച്ഛാ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറുന്നതിന് വേണ്ടിയും അതോടൊപ്പം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പിന്നെ ദിവസവും ലോട്ടറി എടുക്കുന്ന ഒരു പതിവുണ്ട് ഭർത്താവിന്. അതുമൂലം ഒത്തിരിയേറെ സാമ്പത്തിക ക്ലേശങ്ങളും അനുഭവിക്കുന്നു. അതെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും നല്ലൊരു ഭർത്താവായി ജീവിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. അന്ന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ, നന്നായിട്ട് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഓർമ്മശക്തി കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആൻ്റണി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്, സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ മകൻ ക്ലിൻറ്റുവിന് എന്നും അസുഖങ്ങളും അലർജിയുമാണ്. അതെല്ലാം മാറുന്നതിന് വേണ്ടിയും എൻ്റെ മകൻ ക്ലിൻറ്റു നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മേരി മിനി CJ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. 9 വർഷമായി എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷേ ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല. അതുമൂലം ഞങ്ങൾ ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ടാകുവാനും അതോടൊപ്പം കുടുംബത്തിൻ്റെ കടബാധ്യത തീരുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മേഴ്സി എന്ന് പറയുന്നൊരു സഹോദരിയാണ് ഇത് എഴുതിയിരിക്കുക.
സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എനിക്ക് ക്യാൻസറാണ്, അതുമൂലം ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നു, സാമ്പത്തിക ക്ലേശങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മോള് അനു ട്രീസ, അവളുടെ പഠനത്തിന് വേണ്ടി കൂടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ജോയ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ്, ജർമ്മനിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയും കടബാധ്യത തീരുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മിനി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. എൻ്റെ അമ്മായിമ്മയോടുള്ള എൻ്റെ ദേഷ്യം മാറുന്നതിന് വേണ്ടിയും എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ. അതോടൊപ്പം വിശുദ്ധ കുർബാനയിൽ കൂടി എൻ്റെ ഈ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുവാനും സന്തോഷമുള്ളൊരു കുടുംബജീവിതം നൽകുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അനു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ഇത് എഴുതിയിരിക്കുക. അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും അസ്വസ്ഥതകളാണ്, എപ്പോഴും അസുഖങ്ങളും കടന്നു വരുന്നുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നും പ്രശ്നങ്ങളാണ്, അസുഖങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് ജോലിക്ക് പോകാനോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മേഴ്സി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞാനൊരു ജോലിക്ക് വേണ്ടി ഒത്തിരി നാളായി പരിശ്രമിക്കുന്നു, പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ മൂലം നല്ലൊരു ജോലി ലഭിക്കുന്നില്ല. നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഡെയ്സൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ എഴുതിയിരിക്കുന്ന അപേക്ഷയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ എവിന് നന്നായിട്ട് പഠിക്കാനുള്ള കൃപകൾ നൽകുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം അവന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ട്. അതെല്ലാം മാറുന്നതിന് വേണ്ടിയും നല്ലൊരു മകനായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വീട്ടിൽ ഇച്ചിരി സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട് അച്ഛാ, അതെല്ലാം മാറുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ലൈസി എന്ന് പറയുന്ന ഒരു സഹോദരി എഴുതിയിരിക്കുന്ന അപേക്ഷയാണ്. എൻ്റെ മകൻ PG എക്സാമിൽ നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷീന എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അച്ഛൻ ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി, പക്ഷേ എപ്പോഴും തടസ്സങ്ങളാണ്, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. ഞങ്ങളുടെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ മകൻ അമലിന് നന്നായിട്ട് പഠിക്കാനും നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പൗലോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ എഴുതിയിരിക്കണം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഒത്തിരിയേറെ സങ്കടത്തോടു കൂടെയാണ് ഞാൻ ഈ അപേക്ഷ എഴുതുന്നത്. കോടികളുടെ കടബാധ്യത മൂലം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ കുടുംബത്തിന്. ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സിനെ സമർപ്പിക്കുന്നു. ഒത്തിരി പ്രതിസന്ധികളുണ്ട് അച്ഛാ. കോവിഡ് കഴിഞ്ഞേ പിന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ കുടുംബം. എല്ലാവരുടെ മുൻപിൽ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് മാത്രം, പക്ഷേ ഞങ്ങളുടെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാൻ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛൻ, എൻ്റെ പേര് മേരി ഫ്രാൻസിസ് എന്നാണ്. ഞാനൊരു വിധവയാണ്. 3 പെൺമക്കളുണ്ട്, അവരുടെ കുഞ്ഞുമക്കളും. ഞങ്ങളുടെ കുടുംബം സന്തോഷത്തോടു കൂടെ പോകുന്നതിന് വേണ്ടിയും അതോടൊപ്പം രണ്ടാമത്തെ മകളുടെ ഭർത്താവിന് എന്നും മദ്യപാനമാണ്, അത് മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനീഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അപേക്ഷയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സൂസി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. അച്ഛൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ എഴുതുന്നത്. അച്ഛൻ്റെ നൊവേന പ്രാർത്ഥനയിൽ ഞാൻ എന്നും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അച്ഛൻ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ.
എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. അത് മാറിക്കിട്ടുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ പേര് നിമ്മി എന്നാണ്. എൻ്റെ കൂട്ടുകാരി ഹൈ ഷുഗറായിട്ട് ICUവിലാണ്. അവളുടെ സൗഖ്യത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ അവളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷീന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ 3 മക്കളും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളരുവാൻ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, വീട് പണിയാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പന് ക്യാൻസറാണ്. അതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് ലിജി എന്നാണ്. എൻ്റെ മൂത്ത മോൻ ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവന് 14 വയസ്സായി. പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് മൂലം കുറേ ആരോഗ്യ പ്രശ്നങ്ങളും അവനുണ്ട്. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കൃപയുണ്ടാകാനും അഭിഷേകത്തോടെ എൻ്റെ കുടുംബമായിരിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആനി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ മകൻ്റെ സംസാരത്തിൽ കൃത്യത കുറവുണ്ട്. അതോടൊപ്പം തന്നെ അവന് മാനസികമായിട്ടും ഒത്തിരിയേറെ പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം മാറുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ഇപ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഠിത്തം പൂർത്തീകരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് ആൻ്റണി എന്നാണ്. പ്രത്യേകമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ നിയോഗം, എൻ്റെ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും വേണ്ടിയും ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വിറ്റുപോകുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ എൻ്റെ മകന് 10ാം ക്ലാസ്സിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ആൽബിൻ എന്നാണ്. അച്ഛാ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങളാണ്. എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും എപ്പോഴും പ്രശ്നങ്ങളാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബത്തെ കൂടി ഒന്ന് ചേർത്ത് വെക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനയിൽ എല്ലാ ചൊവ്വാഴ്ചയിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ്റെ നിയോഗങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ എനിക്കും ആഗ്രഹം തോന്നി എൻ്റെ നിയോഗങ്ങൾ കൂടി ഏൽപ്പിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ നിയോഗങ്ങൾ ഏൽപ്പിക്കുക. അച്ഛൻ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജസീന്ത എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എനിക്കൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. റീജ എന്ന് പറയുന്ന ഒരു സഹോദരി എഴുതിയിരിക്കുന്നു. അച്ഛൻ എൻ്റെ മകന് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനുണ്ട്. അവൻ ഏത് സമയം മൊബൈൽ ഫോണിലാണ്. പഠനത്തിലോ വിശ്വാസ ജീവിതത്തിലോ താല്പര്യം കാണിക്കുന്നില്ല. എൻ്റെ മകൻ്റെ മൊബൈൽ അടിമത്തം മാറുന്നതിന് വേണ്ടിയും അതോടൊപ്പം എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്. അത് മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. VC ജോസി എന്ന് പറയുന്ന ഒരു സഹോദരൻ എഴുതിയിരിക്കുന്ന അപേക്ഷയാണ്. അച്ഛാ ഈ ഡിസംബറിൽ എഴുതിയിരിക്കുന്ന ഒരു അപേക്ഷയാണ്. എൻ്റെ കിട്ടിയപ്പോൾ ലേറ്റായതാണ്. ഡിസംബർ 25-ാം തീയതി ആണ് അപേക്ഷ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫെബ്രുവരിയിൽ നടക്കേണ്ട ഒരു പ്രാർത്ഥനാ നിയോഗമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഇപ്പോഴെങ്കിലും കിട്ടി എന്നുള്ളതുള്ളൂ. അച്ഛാ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥന ചോദിച്ചിരിക്കുക.
അവൻ വിദേശത്ത് പോകാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അതുമൂലം അവൻ ഒത്തിരിയേറെ മാനസിക സംഘർഷം അനുഭവിക്കുന്നു. പ്രാർത്ഥനയോടോ ദേവാലയത്തിൽ പോകുന്നതോടോ താല്പര്യം കാണിക്കുന്നില്ല. എൻ്റെ മകൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അവന് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്. അത് ദൈവത്തിൻ്റെ നിയോഗമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ അപ്പൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഷിബിത എന്ന് പറയുന്ന ഒരു മകളാണ്. അച്ഛൻ എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജോർജ് എന്ന് പറയുന്നൊരു സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. ഭവന നിർമ്മാണത്തിലെ സാമ്പത്തിക ബാധ്യത ഒത്തിരിയേറെയുണ്ട്. അതിൻ്റെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സുനിൽ എന്ന് പറയുന്ന ഒരു മകൻ എഴുതിയിരിക്കുന്ന 12ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ലിയോൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, എനിക്ക് 40 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. അത് മാറുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി നിയോഗങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. കടബാധ്യത മാറുവാൻ, പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാൻ. CR ടോണി എന്ന് പറയുന്നൊരു സഹോദരൻ്റെ പ്രാർത്ഥന, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, മകൻ്റെ കല്യാണം നടക്കുവാൻ വേണ്ടി, വീട് വിൽക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അൻവിൻ എന്ന് പറയുന്ന ഒരു മകൻ, അച്ഛൻ മക്കളില്ലാതെ വിഷമിക്കുന്ന ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിനോദ് എന്ന് പറയുന്ന ഒരു മകൻ പ്രത്യേകമായിട്ട് അച്ഛാ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുവാനും അതോടൊപ്പം തന്നെ മദ്യപാനശീലം കുറയ്ക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏബൽ എന്ന് പറയുന്ന ഒരു മകൻ എഴുതിയിരിക്കുന്നതാണ്. അച്ഛാ, എനിക്കൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി നാളായി പരിശ്രമിക്കുന്നു, പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല. ജോലിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. ഒത്തിരിയേറെ കടബാധ്യത അനുഭവിക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ബീന എന്ന് പറയുന്ന ഒരു വ്യക്തി കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മകളുടെ കല്യാണം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ശ്രേയ എന്ന് പറയുന്ന മകളുടെ കല്യാണം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മകൻ്റെ SLC എക്സാമിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മകന് നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നീതു ക്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബ വഴക്ക് മാറുവാൻ, കുടുംബത്തിൽ ഭർത്താവും അപ്പനും അമ്മയും അനുജനും വികാരിയച്ഛനോടും മറ്റു വൈദികരോടുമുള്ള വെറുപ്പ് മാറുവാൻ, പ്രാർത്ഥനാ ചൈതന്യത്തിൽ എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും വളർന്നു വരുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ മകൾക്ക് ഹെസ്ര മറിയ ഉദരാവസ്ഥയിൽ ആയപ്പോൾ മുതൽ ഉണ്ടായപ്പോൾ മുതൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. ഭർത്താവും അപ്പനും തമ്മിൽ മിണ്ടുന്നില്ല. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയും എൻ്റെ കുഞ്ഞിന് യാതൊരു ആപത്തോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം ഞങ്ങളൊരു ഭവനം പണി ഒത്തിരി നാളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറുവാനും നല്ലൊരു വീട്ടിലേക്ക് താമസം മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ മകളുടെ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശില്പ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. പ്രലോഭനങ്ങളിൽ പെടാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരുവാനും നല്ലൊരു ജോലി ലഭിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങൾ മുഴുവൻ തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സിജോ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിൻസൺ എന്ന് പറയുന്നൊരു സഹോദരൻ വീടിൻ്റെ കച്ചവടത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ അച്ഛാ. അതോടൊപ്പം തന്നെ മകളുടെ ജർമ്മൻ എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിബി എന്ന് പറയുന്ന ഒരു സഹോദരി, അച്ഛാ എന്നും വീട്ടിൽ അസ്വസ്ഥതകളും രോഗങ്ങളുമാണ്.
അതെല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ പ്രാർത്ഥനാവശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. സീന എന്ന് പറയുന്ന ഒരു മകള് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ബിടെക് എക്സാമിന് നല്ല മാർക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിലെന്നും അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അനീറ്റ എന്ന് പറയുന്ന ഒരു മകള് ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൂടി ചേർത്ത് വയ്ക്കാം. കാരണം അച്ഛനെ നിയോഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ കുടുംബത്തിലും ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഒത്തിരിയേറെ പ്രാർത്ഥനാവശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനാവശ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അതോടൊപ്പം ഇന്നത്തെ നൊവേന ഏറ്റെടുത്ത് നടത്തുന്ന സിമി റോമി കാഞ്ഞിരത്തുമുട്ടിൽ തുരുത്തി ചങ്ങനാശ്ശേരി, ജോൺ കൊറിയ ആൻഡ് ഫാമിലി, ജിൻഡോ മാത്യു കണിച്ചാൻ കുന്നേൽ കണ്ണൂർ, സാബു മാത്യു പറമ്പിൽ, ടോജി തോമസ് തങ്കി, ആൽഫി മാത്യു കണ്ണൂർ, സാമുവേൽ ടോൺ, ഏലിയാസ് ടോൺ, ചിന്നമ്മ തോമസ് കാട്ടേത്ത്, ഒരു വിശ്വാസി ജോലി തടസ്സം മാറാൻ, ഫിലിസിയ, സാലിമ, സിഞ്ചു റിജോ, അനു റോബിൻ, സെബാസ്റ്റ്യൻ മാനന്തിൽ, തോമസ് മാനന്തിൽ, വിവാഹം നടക്കാൻ വേണ്ടി ഒരു മകൻ, അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു മകൾക്ക് വേണ്ടി, സ്റ്റെബിൻ തങ്കച്ചൻ ഇളമനത്തറ, ജസ്മോൻ ജോസഫ്, മുകിൽ പ്രദീപ്, 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന, ജിൻസി ബിജു തുണ്ടത്തിൽ, കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു അപ്പൻ്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ ജെയ്മോൻ ജോസഫ് ഇളമനത്തറ ആൻഡ് ഫാമിലി. പ്രത്യേകമായിട്ട് ഈ നിയോഗങ്ങൾ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ അപേക്ഷകളും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വഴി നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് നന്ദി പറയാം. ഒത്തിരി മക്കൾ നന്ദി പറയുന്നുണ്ട്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടിയ ഈ നന്ദി, ഞങ്ങൾക്ക് കിട്ടിയ അപേക്ഷ, ഞങ്ങൾക്ക് കിട്ടിയ ആവശ്യം നന്ദിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഓർക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി വഴി കിട്ടിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ സിദ്ധരാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാമ്പത്യ
സന്താനലഭിക്കാനിൻ മാധ്യസ്ഥം തേടുവോർത്തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പാവനീ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയോസെപ്പിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.